ചായ അവിടെ കൊടുക്ക ഇതെടുത്തോളി. എന്താക്കാണ് ഇവള്? നിങ്ങൾ അനങ്ങാണ്ട് നിക്ക്. ഇനി പിന്നെല്ലാം കൂടി എന്റെ മേല് കുത്തി കയറ്റും. ഇല്ലാണ്. പേടിയില്ലാത്തൊരു ഒതുക്കലോള വക. പിന്നെ നിങ്ങക്ക് ഈ ദിനേശം എടുത്ത് തന്ന നേരെ കൊടുക്കായിരുന്നില്ലേ? എന്ത് രസം ഉണ്ടാകുക കാണാനായിട്ട്. പഴയ മുണ്ട് അലക്കി തേച്ച പോലെ ഉണ്ട്. പിന്നെ എന്റെ പാർട്ടിന്റെ നിറമല്ല. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാല് പിന്നെ എന്തിന് പിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പം? ആകെയുള്ള ഒരു ചെറുമോനാണ് അവന്റെ നിഷേധന. നിങ്ങളല്ലാണ്ട് പിന്നെ വേറെ ആരും. ആ മതി, ഞാൻ കൊടുത്തോളൂ. നീ അത് തന്നെയല്ലേ ചെയ്തേ? ചടങ്ങല്ലേ. പിന്നെ നമുക്ക് പാർട്ടിന്റെ കൊടി പിടിച്ചിട്ടൊരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്താലോ? ഇതൊരു ഫേസ്ബുക്കിലിടാം. പാർട്ടി ഗ്രൂപ്പിലിട്ട് മാക്സിമം ഷെയർ ചെയ്യിപ്പിക്കുമ്പോൾ കിരി എവിടെ? ഗിരി വിളിച്ചിട്ട് കിട്ടുന്നില്ല. KVG പറഞ്ഞിട്ട് എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് പോയാൻ തോന്നുന്നു. ഞാനൊന്നൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാനും പറ്റിയില്ല. നമുക്ക് പോകുന്ന വഴിക്ക് അല്ലേ ഷീറ്റൊന്ന് മാറ്റാം അല്ലേ? മുതലാളി, മുതലാളി, ദിനേശ് ചേട്ടാ ഓടി വാ. ദിനേശ് ചേട്ടാ ജൽദി ആവോ, ജൽദി ആവോ. ഉദർ ഓടി വായോ, പെട്ടെന്ന് വാ. അവിടെ അവിടെ എന്താണ് എന്താണ്? തല്ലി പൊളിക്കണ്ട, വരുന്നു. ആ നീയായിരുന്നോ? ഇതെന്താ വെച്ചപ്പോ സ്റ്റീൽ പാത്രങ്ങൾ അറിഞ്ഞാണോ? ഇത് എവിടുന്നാ കിട്ടിയേ? പൊട്ടേ എവിടെ നിന്റെ ആശാൻ? ആശാൻ ഓടി. എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് അറിയില്ല പണിക്കറേ. ഇവന്മാർക്ക് എന്നെ കൈ കിട്ടിയേ. ആർക്ക്? എന്റെ ഭഗവതി, അങ്ങോട്ട് നടക്കണം. ചെയ്തത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓരോന്ന് പറഞ്ഞ് പാർട്ടിക്കാരോ ഞാളെ പറ്റിക്കാൻ നോക്കുന്നു. നിങ്ങളുടെ വീട് ഇടിഞ്ഞു വീണത് ഞാൻ എന്ത് ചെയ്യാനാ? വീട് പണിയുമ്പോ നല്ല സിമെന്റ് കാപ്പിയാക്കിട്ട് നല്ലോണം പണിയണം. നിനക്ക് നല്ല പണി ഞാൻ തരണം. അയ്യോ, നിങ്ങൾ എല്ലാം തരുന്നതിന് പകരം പണി അറിയാതെ നിങ്ങളുടെ കോൺട്രാക്ടറെ പോയി തന്നെ. ഞാൻ ആദ്യമായിട്ടല്ല വീടിന്റെ പണിയെടുക്കുന്നത്. അയ്യോ സാറേ, കോൺട്രാക്ടർ അയ്യോ അറിഞ്ഞില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. താൻ ഒരു കോപ്പം പറയണ്ട. താൻ ഈ കർമ്മി കൂടെ അല്ല എന്റെ കാശ്മീരിൽ നിന്ന്. ഞങ്ങളോ? അയ്യോ അയ്യോ ഇനിയും നിർത്തിക്കേ, ഇനിയും നിർത്തുകയാണ്. ഞാൻ കവടി നിർത്തി നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് കേടിച്ച് നോക്കാനുള്ള ഒരു സാവകാശം തരണം. ഇനി ഇടിക്കല്ലേ പ്ലീസ്.
പ്ലീസ് 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 അയ്യോ ഇതെന്തിനാ ശരിക്കും നോക്ക്, ഇല്ലെങ്കിൽ എന്റെ ആത്മാവനിക്ക് തന്നെ ആവാഹിക്കേണ്ടി വരും. ബിജു നിന്റെ ആശാൻ ആവാഹനം എല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലേ ചെയ്തേ? പിന്നെ ഞാൻ കൂടി ഉണ്ടായിരുന്നല്ലേ, എല്ലാം ആ വായിച്ച് പാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇവന്മാരെ കൊടുത്തു വിട്ടല്ലേ. എന്റെ ആശാനാണ് സത്യം. ഇതാ ഗ്രേറ്റ് വക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലി പോയി കൊണ്ടൊഴുക്കുക. എന്റെ മടി കിടക്കുന്ന ഈ 13 അളിവർ തലയിൽ ഒഴിഞ്ഞു പോടെ. അപ്പൊ പ്രശ്നം നടന്ന അവിടെയല്ല. പിന്നെ എവിടെയായിരിക്കും? അല്ല ആ കക്കയെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. കിട്ടിയ അതെ, നിങ്ങൾ സഞ്ചരിച്ച വഴിയൊന്ന് വിരിച്ചേ. എന്ത്? അല്ല, നിങ്ങൾ പോയ റൂട്ട് ഒന്ന് പറയാൻ പറ്റുമോ? എന്ത് താൻ പറഞ്ഞ പോലൊക്കെ തന്നെ ചെയ്തേ. ആണോ? അങ്ങനെ വഴി പോകണ്ട കേട്ടോ, അവിടെ നമ്മുടെ പിള്ളേർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്നാ പിന്നെ സ്കൂളിലെ ബാക്കി കൂടി കിട്ടിയാണ്. ഏത് വഴിയിലും പോ. എല്ലാരും അന്വേഷിക്കോ? നോക്കിയില്ലേ കേക്കെ? ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. ഈ എന്ത് കളിക്കുന്നേ? വേഗം എടുത്തേ. കളിക്കില്ലേ കേക്കെ? എല്ലാ ഏടിയൊക്കെ കൊറേയാലേ കണ്ടിട്ട് ഞാൻ ഇടിയിലുണ്ടേനു വന്നല്ലേ പിന്നല്ലാണ്ട് ഫോൺ വിളിച്ചാൽ വരാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലാതെ പറച്ചോനെ ഞങ്ങൾ കാത്തോളി. അതല്ല അല്ലേ പണിക്കറ കർക്കിടകം ഇവന്മാരുടെ എങ്ങനെയും രക്ഷപ്പെടാനുള്ളൊരു വഴി കാണിച്ചു തരണേ ദൈവമേ. ചിങ്ങം കന്നി. അല്ല, നിങ്ങൾ ഈ എന്നോട് പറയാത്ത എന്തെങ്കിലും ആ പോകുന്ന വഴിക്ക് നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്നാലോചിച്ച് നോക്കിയേ, ഒന്നാലോചിച്ച് നോക്കിയേ. അതെ, അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. എന്തോ പറയാൻ പോകുന്നു. പൈസ എനിക്ക് ഇപ്പൊ വേണം. അല്ല ദിനേശേട്ടാ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ 9 അമ്പലത്തിൽ കരിന്തട്ടന്റെ അടുത്ത് തിരുനെല്ലി പോകുന്ന വഴി 9-ാം വളവിന്റെ അടുത്ത് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കരുത്തണ്ട സഖാവിന്റെ അടുത്തൊന്ന് നിർത്തി. വെറുതെ അല്ല ബിജുവേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ആ വാങ്ങിച്ച പ്രേതങ്ങളെ കൊണ്ട് പോകുമ്പോ എവിടെ നിർത്തരുതെന്ന്. അത് ഞങ്ങളെ സഖാവാ കരിന്തണ്ടേ. അവിടെ ഇറങ്ങി 2 മുദ്രാവാക്യം വിളിക്കാൻ ആൾക്കെന്താണ്? അതിലെന്താണോ കുഴപ്പമിപ്പൊ എനിക്കല്ല. അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു കയറിയപ്പോ കൂടെ ഇറങ്ങിയവരെല്ലാം തിരിച്ചു കയറിയെന്ന് എന്താ ഉറപ്പ്? ഇൻക്വിലാബ് 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 സിന്ദാബാദ്. ഇൻക്വിലാബ് ഇൻക്വിലാബ് ഇൻക്വിലാബ്. ചിന്തമംഗലത്തേക്ക് തിരിച്ചു പോന്ന ആ 13-അവനെ ആവാഹിച്ച് പറഞ്ഞയച്ചില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. സൂക്ഷിച്ചോ. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. അടുത്ത 2 ദിവസത്തിൽ പൈസ വീട്ടിൽ എത്തിച്ചോളണം, അല്ലെങ്കിൽ 2 ആവാനം ഞാനായിരിക്കും നടത്തണം കേട്ടാ. വണ്ടി എടുത്തേ. എന്തെങ്കിലും മറന്നോ? ഇതായിരുന്നോ? ഇത് കഴിഞ്ഞില്ലേ? ഒരേ അടിയാ.
അപ്പോഴ് കിടക്കില്ലേ? ആയിട്ടില്ല ഞങ്ങൾക്ക് ഒരാളുകൂടി വരാനുണ്ട്. ഒന്ന് വിളിച്ചോക്ക്. നേരത്തെ വരാന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര ഉണ്ടോ? വന്നല്ല ഇയാളെന്താണ് തിരിഞ്ഞു കളിക്കുന്നത്? അതെ, എല്ലാവരും അവിടെ കാത്തേക്ക് അങ്ങോട്ട് വാ. ദിനേശ വാ. ബോംബുണ്ട്, എടുക്കട്ടെ. ഒന്നുകൊണ്ട് ഇപ്പൊ നിൽക്കും തോന്നില്ല. കവടിയും പോലെ എടുത്തു. ഇതെന്താ ചെസ് ബോർഡാ? ഒന്ന് വരട്ടെ. എന്തേ? അല്ല അവിടെ ഈ ഇങ്ങനെ എന്താണ് കബഡി എടുക്കാൻ പറഞ്ഞിട്ട് കബഡി കളിക്കുന്നത്? അല്ല ഈ സമയം സമയം കുറെ വൈകി. അങ്ങോട്ട് നടക്ക്. എന്താണ് നിങ്ങൾ മണവാളല്ല കണിയാനാണ്? അങ്ങോട്ട് നടക്ക്. ഇങ്ങോട്ട് കളി. വേഗം നടക്ക്. നീ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ചെല്ലടാ. അതെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. ഓക്കെ. എന്റെ പൊന്ന് കണിയാൻ അവിടെ നിന്ന് എച്ചെടുത്ത് കളിക്കാതെ കാര്യം പറ. എനിക്ക് ലോട്ടറി എടുക്കാൻ പോണില്ല. കണ്ടില്ലേ? കറക്റ്റാ. ചിങ്ങമാസം 23-ാം തീയതി, അതായത് 12-ാം തീയതി ഞായറാഴ്ച 11:50 12:15 ശുഭമുഹൂർത്തമുണ്ട്. അപ്പൊ അതങ്ങോട്ട് ഉറപ്പിക്കല്ലോ. 12 പറ്റൂല. 12-ാം തീയതി നമ്മളെ പാർട്ടിന്റെ റാലി ഇല്ലേ? 12 നടക്കൂല. 12 ഞങ്ങളെ പാർട്ടിയുടെ റാലിയിലാണ്. അടുത്ത ദിവസം പിടിച്ചോ. അതവനെ 13 അങ്ങോട്ട് ഉറപ്പിക്കാം. എന്തേ? അയ്യേ 13 മോശം ദിവസമാണ്. ആണോ? പിന്നെ അതെ, 13 വേണ്ട, മോശം ഡേയാ. വേണ്ട. എന്നാ പിന്നെ 14 ചൊവ്വാഴ്ച. എന്തേ? ചൊവ്വാഴ്ച വേണ്ട. ചൊവ്വാഴ്ചത്തിനകത്ത് നല്ലൊന്നുമല്ല. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് ഞാൻ കാണിക്കാം. അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു. എന്താ കോൾ എടുക്കാൻ? ഞാൻ എന്നോട് ദേഷ്യമാണോ? മുഹൂർത്തം കാണാതെ എങ്ങനെയാ? അല്ല, അങ്ങനെ നേരവും കാലവും ഒന്നുമില്ല. ആള് റെഡി ആണെങ്കിൽ ഒരു ചുവന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു, ഒന്ന് അങ്ങോട്ട് അണിയിക്കുന്നു, പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം. ഇനി റിച്ച് ആക്കണമെങ്കിൽ കുറച്ച് പരിപ്പ് കൂടെ. എന്തേ ചേമ്പ് കളഞ്ഞിട്ട് പോയാലോ? അല്ല പിന്നെ പോയില്ല. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടേ? പാലാരിവട്ടം പാലാണോ ഉദ്ദേശിച്ചത്? കോമഡി. നിങ്ങൾ വെറുതെ അന്ധവിശ്വാസം എല്ലാം പറഞ്ഞ് ഡേറ്റ് മാറ്റി കളിക്കാണ്ട് ഒരു തീരുമാനത്തിലെത്ത്. നിങ്ങൾക്കില്ലെങ്കിലും ചെറുക്കന് ഇതിലേക്ക് നല്ല വിശ്വാസമുണ്ട്, അതെനിക്കറിയാം. ജോത്സരെ അനാവശ്യം പറയരുതേ, ഞങ്ങൾ അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരാ. എന്തനാവശ്യം? നിങ്ങൾക്ക് ചെയ്യാം. ഇവിടുത്തെ കുട്ടി പറഞ്ഞിട്ടല്ലേ ഇവരെയും കൂട്ടി ഈ കുട്ടി അവനെയും കൊണ്ട് എന്റെ അടുത്ത് ഗണിക്കാൻ വന്നത് അല്ലേ? എപ്പോ ഇയാൾ എന്തൊക്കെയോ പറയേ? ഞാനിപ്പോ പറയിപ്പിക്കാട്ടോ. അല്ലേ കുട്ടി? പറ കുട്ടി. നമ്മേരെ കുട്ടി ആവാഹനം ചെയ്തില്ല ശരിയാക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കാശ് വാങ്ങിച്ചാൽ നീരെടുത്തണ്ടി. അയ്യോ അമ്മേ, ഓന്റെ ഒരു ചിരി. കാര്യം ഞാനാ കണിയാനെ വിളിച്ചിരുന്നു.
അയാള് പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആവാഹിച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്ന എനക്കും തോന്നുന്നു. ആവായിച്ചാൽ എന്താണ് ഈ പൊട്ടിക്കിടക്കണ വീട് തിരിച്ചു വരും? ഇല്ലാത്ത പൈസ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. നിന്റെ ഒറ്റ ആളുടെ വാക്ക് കേട്ടിട്ടാ പിന്നെ ആവാഹിക്കാൻ നടക്കും. ദിനേശേട്ടാ നിക്ക്, ദിനേശേട്ടാ ഞാൻ പറയുന്നു ഒന്ന്. എടി എടി നീ എവിടെയായിരുന്നു? അവിടെ ആകെ കുഴപ്പമായി. രണ്ടെണ്ണത്തിന് കിട്ടുമ്പോ എന്താ സുഖം കാണാൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നമസ്കാരം. എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നില്ലേ പരിപാടി? സന്ധ്യാനാമം ജപിക്കാൻ പറയുന്നതിന് പകരം 4 ഇംഗ്രാബ് വിളിച്ചൂടേന്ന് പറഞ്ഞോനെ അപ്പൊ ഹോമം ചെയ്ത് പിടിക്കാൻ നോക്കുന്നത്. 13 ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയോലും. അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേളപ്പെട്ടനാ. പോലീസും പട്ടാളും ഒന്നിച്ച് തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പോ തീയിട്ട് പേടിപ്പിക്കുന്നത്. ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസത്തിന് ഇറങ്ങിക്കുന്നത്. നാണല്ലാത്ത വിളിച്ചോണ്ട് പോകുന്നുണ്ടോ മക്കടത്താൻ? മനുഷ്യനെ മനസ്സമാനം കളയാനായിട്ട്. ഞാൻ പറയുമ്പോ മാത്രം ഓന് മനസ്സമാധാനം കേട്ടു. ഞാൻ ഈ ചൊളിയായിട്ട് പോട്. ഒന്ന് എണീക്കമ്മേ. ഓ എന്നെ ഇവിടെ ഞാൻ അങ്ങ് എണീറ്റോളൂ. ഓളൂ ഓഞ്ചു വെച്ചു കൈ കൊണ്ടുണ്ടാ. നീ കൈ വിട്ട ഞാൻ അങ്ങ് കിടക്കും. എന്ത് സാധനം? ദിനേശ, ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലേ? നിനക്കത് വിട്ടൂടെ? വീട്ട്